കേരള രാഷ്ട്രീയത്തിൽ ഇതിനോടകം തന്നെ വളരെയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട മുൻ MLA PV അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്യന്തം രസകരവും കൗതുകകരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പുതിയ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന പേരിൽ ഒരു CG ഉണ്ണി എന്ന ഒരാൾ ഒരു പ്രസ്താവനയുമായി മാധ്യമത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ എന്തെങ്കിലും പ്രസ്താവന നടത്താനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും PV അൻവറിന് ആരും അധികാരമോ അവകാശമോ കൊടുത്തിട്ടില്ല. വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. PV അൻവർ നേരിട്ട് കേന്ദ്രത്തിൽ പോയി ശ്രീമതി മമതാ ബാനർജിയും അതുപോലെയുള്ള ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കേരളത്തിലെ സംസ്ഥാന കോർഡിനേറ്ററായി നിയമിച്ചു എന്നാണ് നാളിതുവരെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിരന്തരമായി പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അധികാരത്തിലാണ് ബഹുമാനപ്പെട്ട PV അൻവർ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതും പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇതാ വന്നിരിക്കുന്നു വളരെ കൗതുകകരമായ ഒരു വാർത്ത. അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ പറയാൻ യാതൊരു അവകാശവുമില്ല. കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നാമധേയത്തിൽ ഒരു CG ഉണ്ണി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാരാണ് ഈ CG ഉണ്ണി എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ സ്വാഭാവികമായ അന്വേഷണം നടത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു പേര് പരിചയമുള്ള പേരല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എങ്കിൽ അത് പ്രാദേശികമാകട്ടെ ദേശീയമാകട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾ അറിയണമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔപചാരികമായ ഔദ്യോഗികമായ പ്രസ്താവനകളും മറ്റുമൊക്കെ ഇതിനോടകം വരേണ്ടതാണല്ലോ. ഇവിടെ PV അൻവർ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുവെന്നും അദ്ദേഹത്തിന് എന്തോ ഉന്നതമായ പദവികളൊക്കെ അവർ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ മാധ്യമങ്ങൾ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ആ ഒറ്റ കാരണത്താലാണല്ലോ PV അൻവർ തൻ്റെ മുൻപിൽ ഇനിയും അവശേഷിക്കുന്ന 1.25 വർഷത്തെ MLA സ്ഥാനം വലിച്ചെറിഞ്ഞത്, രാജിവെച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നതായ ഒരു തീരുമാനം തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് ലഭിച്ചതായ ചില വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കേവലമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ ഒരിക്കലും കുറ്റപ്പെടുത്താനായി ആവുകയില്ല. എനിക്ക് തോന്നുന്നത് PV അൻവറിനെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതനായ നേതാവാണ് എന്ന നിലയിൽ തന്നെയാണ് എന്നാണ്. എന്നാൽ ഇതാ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ യാതൊന്നും അവകാശപ്പെടാനായി സാധ്യമല്ല. അദ്ദേഹത്തെക്കുറിച്ച് CG ഉണ്ണി എന്ന് പറയുന്ന കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നത് ഇത് ഒരു മുസ്ലിം വികാരമൊക്കെ ഉണർത്തിയെടുത്ത് ചില സ്ഥാപിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് PV അൻവറിന്റെ എന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ PV അൻവറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഒന്നുകിൽ CG ഉണ്ണിയെ കേന്ദ്ര തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം തള്ളി പറയണം, അല്ല എന്നുണ്ടെങ്കിൽ PV അൻവറിന് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൽ എന്ത് പദവിയാണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമാക്കണം. ഇത് അത്യന്തം കൗതുകകരം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമാണ്. എന്താണ് യഥാർത്ഥത്തിൽ PV അൻവറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 2 ദിവസം മുമ്പ് കേട്ടതാണല്ലോ, ബഹുമാനപ്പെട്ട PV അൻവർ ഏതാണ്ട് 10-20 പേജുള്ള ഒരു കത്ത് UDF നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നു. എന്താണ്? തങ്ങളെ കൂടെ UDFൽ ചേർക്കണം. തങ്ങളെ കൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ചേർക്കണമെന്നല്ല പറയുന്നത്. ഞാൻ
തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാക്കി മാറ്റണം. അത്യന്തം രസകരമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് വളരെയേറെ കൗതുകത്തോടു കൂടിയാണ് കേരളത്തിലെ ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ നാടൻ ചൊല്ലിൽ പറയുന്ന പോലെ അമ്മാത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്ത് ഒട്ടെത്തിയതുമില്ല എന്ന രീതിയിൽ നിലയില്ലാ കയത്തിൽ പി വി അൻവർ അകപ്പെട്ട് കിടക്കുകയാണ്. ഈ കൊടുത്തിരിക്കുന്ന കത്തിനെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി യാതൊരു പ്രതികരണവും ഔദ്യോഗികമായി നടത്തിയിട്ടില്ല. അതിൽ അവിടെയായിട്ട് പറയുന്നു അദ്ദേഹത്തോട് സംസാരിക്കണം, അത് UDF-ൽ എല്ലാവരുമായി ആലോചിക്കണം, ചർച്ച ചെയ്യണം, അതല്ലാതെ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊക്കെ UDF-ലെ കക്ഷികൾ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മറ്റു കക്ഷികളൊന്നും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. RSPയുടെ ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ വിഭാഗം പറഞ്ഞു നമുക്കൊക്കെ അത് സാവകാശം ആലോചിക്കേണ്ട വിഷയമാണ്, ആള് പി വി അൻവർ ആണല്ലോ എന്ന് അദ്ദേഹം വളരെ യുക്തിപൂർവ്വം പറയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ പി വി അൻവർ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പി വി അൻവർ തന്നെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ പി വി അൻവറിന് ഇപ്പോൾ രാഷ്ട്രീയമായ ആർജവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കേന്ദ്ര നേതാക്കളോട് പോയി പറഞ്ഞ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് ഉറപ്പിക്കണം. അത് കേവലമായ ഒരു ചോദ്യമല്ലേ? ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെതെന്ന് പറഞ്ഞ് നേരത്തെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഘടകത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു CG ഉണ്ണി. ആരാണ് ഈ CG ഉണ്ണി? ഒന്നുകിൽ പി വി അൻവർ പറയണം ഈ CG ഉണ്ണി ആരാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ CG ഉണ്ണി പറയണം പി വി അൻവർ ആരുമല്ല, കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന് യാതൊരു സ്ഥാനവുമില്ല, ഇവിടെ അംഗത്വം എടുത്തിട്ടില്ല. കേന്ദ്രത്തിൽ പോയി അംഗത്വം എടുത്തെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. സംസ്ഥാന യൂണിറ്റിൽ അംഗത്വം എടുക്കാത്ത ഒരാളിന് എങ്ങനെ കേന്ദ്രത്തിൽ അംഗത്വം എടുക്കാൻ പറ്റും? ഇതൊക്കെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. അതിനാരാണ് ഉത്തരം പറയേണ്ടത്? ഒരു തരത്തിൽ പറഞ്ഞാൽ പി വി അൻവറിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് രാഷ്ട്രീയമായി. ഇതുപോലെയുള്ള വീഡിയോയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പി വി അൻവറിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാർഗത്തിലൂടെ UDF-ൽ കടന്നുകൂടി 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരെ സ്ഥാനാർത്ഥിയാവണം. വലിയ പ്രയാസമാണ്. ഇതാണ് പോക്കെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അവകാശപ്പെടുന്ന സ്വാധീനമൊന്നും കേരളത്തിലുണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, പണ്ട് അറിയാമല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു DMK എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം നടത്തിയതായ പ്രകടനവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരള സമൂഹം കണ്ടതാണല്ലോ. അതോടൊപ്പം അദ്ദേഹം നടത്തിയ മറ്റൊരു കളിയാണല്ലോ ഈ പറയുന്ന ചേലക്കര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി, കിട്ടിയ വോട്ട് കൊണ്ട് അദ്ദേഹം പോയി. എവിടെ പോയി എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. ഈ തരത്തിൽ ചാടിക്കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട പി വി അൻവർ, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. തടയണ കെട്ടിയതിലുണ്ടായ ആക്ഷേപം, സർക്കാരിൻ്റെ സ്വത്ത് കയ്യേറിയതിലുണ്ടായ ആക്ഷേപം, അദ്ദേഹം ആഫ്രിക്കയിൽ പോയി സ്വർണവും വജ്രവും ഒക്കെ തെരഞ്ഞതായ സംഭവം, നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് ആഫ്രിക്കയിൽ മണ്ണ് മാന്താൻ പോയ കഥ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗതകാല ചരിത്രങ്ങളൊക്കെ വളരെ രസകരമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന ആളിന്റെ പ്രസ്താവന വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. അതിന്
വ്യക്തിപരമായി പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒന്നും അല്ല ഉത്തരം കൊടുക്കേണ്ടത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് വേറെ ആരുമല്ല, PV അൻവർ വ്യക്തത വരുത്തണം. ഒന്ന്. രണ്ട്, ഈ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന CG ഉണ്ണി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണം. മൂന്നാമത്, കേന്ദ്രത്തിന്റെ തൃണമൂൽ കോൺഗ്രസിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ, മമതാ ബാനർജിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയോ ബംഗാളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണം. CG ഉണ്ണി ആരാണെന്നും PV അൻവർ ആരാണെന്നും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്നും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നും അവരാരോടൊപ്പം നിൽക്കുന്നുവെന്നും ഇതെല്ലാം വളരെ വ്യക്തമായി പറയാനുള്ള ഉത്തരവാദിത്വം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്. അതവർ നിറവേറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി വളരെ ദയനീയമായിരിക്കും എന്ന് തന്നെ പറയേണ്ടതായി വരും. അദ്ദേഹത്തിന് ഇന്നുള്ള മാർക്കറ്റ് വാല്യൂ പോലും നാളെ മുതൽ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ CG ഉണ്ണിയുടെ പ്രസ്താവത്തിലൂടെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. അതിലെ പ്രതികരണം ഇതുവരെ PV അൻവറിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അദ്ദേഹം CG ഉണ്ണി ആരാണെന്ന് പറഞ്ഞിട്ടില്ല. CG ഉണ്ണിയുടെ പ്രസ്താവനയുടെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്ര തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ പ്രതികരണം കൂടെ കണ്ടതിന് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും. തൽക്കാലം LDFും UDFും അർത്ഥഗർഭമായ ഒരു മൗനമാണ് ഇക്കാര്യത്തിൽ പാലിക്കുന്നത്. അതാണ് അവർക്ക് നല്ലത്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചുമക്കുന്നവർക്കും വളരെ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ചുമക്കാതെ വിടുന്നതാണ് തൽക്കാലം നല്ലത് എന്ന തിരിച്ചറിവ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുമെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മിക്കവാറും PV അൻവർ താമസമില്ലാതെ കട്ടയും പടവും ഒക്കെ മടക്കേണ്ടതായിട്ട് വരും. രാഷ്ട്രീയ അനാഥനായി കേരളത്തിൽ ഊടാടി സഞ്ചരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ടതായ വലിയ ഒരു ചിത്രവും പാഠവും.